So we have been discussing mask processing. So in mask processing, so we classified the filtering technique in such a way that smoothing filters as well as sharpening filters. So we started to discuss what is a smoothing filters. What is a smoothing filter? Okay, here smoothing spatial filters. Okay, okay, we have already discussed smoothing filters are used for blurring and noise reduction. Okay, actually, what do you mean by image smoothing? Image smoothing is a spatial filtering operation. Here, the values at a particular location xy in the processed image is the average of all pixel values in the neighborhood of xy. Okay, so we have already discussed that. So what we are doing here is to replace the center pixel by the average of neighborhood pixel and that pixel itself. Okay, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So suppose this is your image. So here we are applying a smoothing filter. We have a filter mask. Suppose we have a 3x3 filter mask. We'll place this filter mask on the image. Okay, I'm trying to place this image on the original image. Okay, what happening here is in that particular image, the center pixel, that particular center pixel will be replaced by the average of all these pixels. Okay, ആ പിക്സൽസിന്റെ എല്ലാം സം എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യുക, സെൻട്രൽ പിക്സൽ റീപ്ലേസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് വിൽ മൂവ് ദാറ്റ് പിക്സൽ ഇൻ എ റോവൈസ് മാനർ. ഓക്കെ, അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യാം, ആവറേജ് ഫിൽറ്ററിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇഫ് ഐ എം യൂസിങ് എ 3x3 മാസ്ക്, വാട്ട് ആർ ദ വാല്യൂ ഇൻസൈഡ് ദിസ് filter mask and what is the value you have to divide by the total sum of that pixel. എന്തായിരിക്കും, ആ പിക്സലുള്ള മാസ്കിലുള്ള വാല്യൂസ് എന്തൊക്കെയായിരിക്കും, എന്തായിരിക്കും നമുക്ക് കിട്ടേണ്ട എന്താണ്, നമ്മുടെ ഒരു പെർട്ടിക്കുലർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇമേജിന്റെ പെർട്ടിക്കുലർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പോർഷന്റെ ഒരു 3x3 സെക്ഷൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ പിക്സൽ വാല്യൂസിന്റെ എല്ലാം ആവറേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയുള്ള ഈ വാല്യൂനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക അവിടെ, ഫിൽറ്റർ മാസ്കിൽ സാധാരണ എന്താ സംഭവിക്കുക, ഫിൽറ്റർ കോഎഫിഷ്യന്റും അതുപോലെ തന്നെ ഇമേജ് കോഎഫിഷ്യന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും കൊടുക്കും അല്ലേ. The entire response will be the sum of products of filter coefficient or mask coefficient and image coefficient, image pixels, image intensity level. So നമ്മളിപ്പം ഒരു ആവറേജ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ മാസ്ക് എന്തായിരിക്കണം, ഒരു 3x3 ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ മാസ്ക് എങ്ങനെയായിരിക്കണം, ഇതിന്റെ ഉള്ളിലുള്ള വാല്യൂ എന്താ വരേണ്ടത്, നമ്മൾ ഇത് വെച്ച് മൾട്ടിപ്പിൾ സം ഓഫ് പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ടോട്ടൽ സം ആണ് കിട്ടേണ്ടത് അല്ലെ. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമോ, എന്ത് വെച്ചിട്ട് അഭിജിത്തെ ഡിവൈഡ് ചെയ്യേണ്ടി വരുമോ, ഏത് നമ്പർ വെച്ചിട്ടായിരിക്കും, 3x3 മാസ്ക് ആണെങ്കിൽ 9 വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫിൽറ്റർ മാസ്കിന്റെ പുറത്തെന്തുണ്ട്, ഒരു 1/9 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, സ്കേലാർ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ ഈ ഫിൽറ്ററിനുള്ള വാല്യൂസ് എന്തായിരിക്കും, നമുക്ക് കിട്ടേണ്ട എന്നാ, ഇമേജിന്റെ ആ പെർട്ടിക്കുലർ വാല്യൂസിന്റെ സം ഓഫ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സം ഓഫ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ആവറേജ് ആണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ സം ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂസിന്റെ എല്ലാം സം ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ while placing a filter in front of that image, what we are getting is the sum of products. നമുക്ക് കിട്ടേണ്ട എന്താണ്, ഫിൽറ്റർ കോഎഫിഷ്യന്റിന്റെയും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഫിൽറ്റർ കോഎഫിഷ്യന്റിന്റെയും അതല്ലെങ്കിൽ മാസ്ക് കോഎഫിഷ്യന്റിന്റെയും ഇമേജ് കോഎഫിഷ്യന്റിന്റെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് വേണ്ട എന്നാ, ഇതിന്റെ ടോട്ടൽ സം ആണ് നമുക്ക് കിട്ടേണ്ടത്.
അപ്പൊ എന്തായിരിക്കണം ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഫിൽട്ടർ കോഎഫിഷ്യന്റ് വാല്യൂ എന്തായിരിക്കണം? അഭിജിത്ത്? എന്തായിരിക്കും സൗമ്യ? കേൾക്കുന്നില്ല പറയുന്നത്? എന്തായിരിക്കും ആ ഫിൽട്ടർ നമ്മൾ മാസ്ക് വെക്കുന്ന മാസ്കിന്റെ ഉള്ളിലുള്ള വാല്യൂസ് എന്തൊക്കെയായിരിക്കും? വാട്ട് ആർ ദ വാല്യൂസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഓർ വാട്ട് ആർ ദ കോഎഫിഷ്യന്റ്സ്? എന്തായിരിക്കും ഹർഷ്, അറിയോ? എന്തായിരിക്കും അഭിജിത്ത്? ചോദ്യം മനസ്സിലായില്ല. എങ്ങനെ? ചോദ്യം മനസ്സിലായില്ല. അതായത് ഓക്കെ, നമുക്കിപ്പം ആവറേജ് കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞു 1/9 ആണ് നമുക്കിവിടെ എഴുതിയത്. നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ട എന്താണ്? ഇവിടെയുള്ള വാല്യൂസിന്റെ എല്ലാം സമ്മല്ല. ആവറേജ് കാണുമ്പോൾ എന്താ വേണ്ടത്? ഇവിടെയുള്ള അതായത് ഇമേജിന്റെ വാല്യൂസിന്റെ സമ്മ് ബൈ 9 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇമേജിന്റെ വാല്യൂസ് ആയിരിക്കണം നമുക്ക് കിട്ടണം. ഇമേജിന്റെ സം ആയിരിക്കണം, ആ കോഎഫിഷ്യന്റിന്റെ ഇമേജിന്റെ പിക്സൽ വാല്യൂസിന്റെ സം ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ സമ്മ് കിട്ടണമെങ്കിൽ ഈ ഫിൽറ്ററിലുള്ള വാല്യൂസ് എന്തായിരിക്കണം നമ്മൾ വെക്കേണ്ടത്? സാധാരണ ഇതിലിപ്പോ ഞാനിപ്പോ വാല്യൂസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെയുള്ള വാല്യൂസ് ഇപ്പം വേറെ എന്തെങ്കിലും വാല്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം മാസ്കിന്റെ അതായത് ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു ഇപ്പം മാസ്കിന്റെ വാല്യൂ ഇപ്പോൾ W1 ഇൻറ്റു ഇമേജിന്റെ വാല്യൂ F1 അല്ലെ, W2 ഇൻറ്റു F2, W3 ഇൻറ്റു F3 അങ്ങനെ അപ് ടു W9 ഇൻറ്റു F9 വരെ ചെയ്യും അല്ലെ. ഇത് ചെയ്തിട്ട് പ്ലസ് ചെയ്തിട്ട് 1/9 കൊണ്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടേണ്ടത് ആവറേജ് ആയിരിക്കണം. അതായത് ഇമേജിന്റെ ഈ F1, F2, F3 അപ് ടു F9 ആവറേജ് ആയിരിക്കണം കിട്ടുന്നത്. അങ്ങനെ ആവറേജ് കിട്ടണമെങ്കിൽ ഈ W1 W2 എന്ന് വെച്ചാൽ എന്താ? ഇവിടെയുള്ള വാല്യൂസ് അല്ലെ, ആ വാല്യൂസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതാണ് ഇത്രയും നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മള് ഒരു 3/3 ഫിൽട്ടർ മാസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ വാല്യൂസ് എപ്പോ എങ്ങനെ ഉണ്ടാവുക? അതായത് ആവറേജ് ഫിൽറ്ററിന്റെ ഫിൽട്ടർ മാസ്ക് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും കോഎഫിഷ്യന്റ് എല്ലാം എന്തായിരിക്കും അതിൻ്റെ അകത്തുള്ളത്? 1 ആയിരിക്കും അല്ലെ. പിന്നെ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് 1 ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽ. ഇതായിരിക്കും ഒരു 3/3 ആവറേജ് മാസ്ക്. മനസ്സിലായോ പറഞ്ഞത്? ഇതായിരിക്കും 5/5 ആണെങ്കിൽ എന്തായിരിക്കും വരുക? ഒരു 5/5 മെട്രിക്സ് ഉണ്ടാവും. എന്ത് വെച്ചായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം? എന്ത് വെച്ചായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യാം? 25 വെച്ചായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അത് അങ്ങനെയാണ് ആവറേജ് ഫിൽറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് വെക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ആവറേജ് ആക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? 3/3 smoothing averaging filter mask. The constant multiplier in front of the mask is equal to the sum of the values of its coefficients. Here the sum of the values of coefficients are 1. Values of coefficients are 1 and the sum of the values of coefficient will be 9. Okay, so we will place this particular mask in front of that image, and while computing its response, you will get the sum of products of filter mask as well as pixel intensity value, and we'll divide that particular value with the total number of pixels. That is here that is 9. Okay, അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മീൻ ഫിൽറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ആവറേജിംഗ് ഫിൽറ്റർ റീപ്ലേസസ് ഈച്ച് പിക്സൽ ബൈ ദ ആവറേജ് ഓഫ് ഓൾ ഗ്രേ ലെവൽ വാല്യൂ ഇൻ ദ ലോക്കൽ നെയ്ബർഹുഡ് ഡിഫൈൻഡ് ബൈ ദ ഫിൽറ്റർ മാസ്ക്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് റീപ്ലേസ് ചെയ്യുക സെൻട്രൽ പിക്സൽ ആയിരിക്കും കേട്ടോ. അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും? വിൽ മൂവ് ദിസ് ഫിൽറ്റർ മാസ്ക് ടു ദ റൈറ്റ്. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത പിക്സൽ ഈ പിക്സൽ ആയിരിക്കും റീപ്ലേസ്ഡ് ആവുക, അടുത്ത പിക്സൽ റീപ്ലേസ്ഡ് ആവും. അങ്ങനെ എൻറ്റയർ ഇമേജിലുള്ള പിക്സൽസ് ആവറേജിങ് ഓപ്പറേഷൻ നടക്കും. ഓക്കെ ഓക്കെ, അപ്പം ശ്രദ്ധിക്കൂ, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. R is equal to response is equal to 1/9 sigma I is equal to 1 to 9 Zi. Zi is the pixel image pixel intensity. Okay, for this process result in an image with a reduced sharp transition in gray level. അപ്പോൾ അതായത് ഷാർപ്പ് ട്രാൻസിഷൻ ഉണ്ടാവും. ഷാർപ്പ് ട്രാൻസിഷൻ എവിടെ ഉണ്ടാവും? ബൗണ്ടറീസ്, എഡ്ജസ് ഇങ്ങനെയുള്ള പ്ലേസസിലായിരിക്കും ഒരു ഇമേജിൽ
ഷാർപ്പ് ട്രാൻസിഷൻസ് ഉണ്ടാവാം. സോ ടു അവോയ്ഡ് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഷാർപ്പ് ട്രാൻസിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വി ആർ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ഫിൽട്ടർ മാസ്ക്. ഓക്കെ, ആവറേജിങ് ചെയ്യുന്നത്. ഓക്കെ, 3/3 ഇതൊരു ലോ പാസ് ഫിൽട്ടർ ആയിരിക്കും കേട്ടോ. എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ആവറേജിങ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ലോ പാസ് ഫിൽട്ടർ. എന്തുകൊണ്ടാണ് ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്? ലോ പാസ് ഫിൽട്ടർ എന്താ ചെയ്യാം, എപ്പോഴും ലോ ഫ്രീക്വൻസീസിനെ കട്ട് ചെയ്യും. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ വി ഓൾറെഡി എക്സ്പ്ലെയിൻഡ് എപ്പോഴും ഒരു ഇമേജിലുള്ള ഷാർപ്പ് ട്രാൻസിഷൻസ്. സോ ദാറ്റ് ഷാർപ്പ് ട്രാൻസിഷൻസ് ഇൻഡിക്കേറ്റ് ഹൈ പാസ് ഐ മീൻ ഹൈ ഫ്രീക്വൻസീസ്. ഓക്കെ, ഷാർപ്പ് ട്രാൻസിഷൻ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ഇമേജുള്ള ഹൈ ഫ്രീക്വൻസീസിന്. അതായത് പെട്ടെന്ന് ഒരു പിക്സൽ ഇന്റൻസിറ്റി ലെവലുള്ള വേരിയേഷൻ ആയിരിക്കും ഷാർപ്പ് ട്രാൻസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദോസ് തിങ്സ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഹൈ ഫ്രീക്വൻസി കോമ്പണന്റ്. ഓക്കെ, ആൻഡ് ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ ഇതിനെ പിന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫിൽറ്റേഴ്സ് ആയിരിക്കും ലോ പാസ് ഫിൽറ്റർ. നമുക്കറിയാം അല്ലെ, ഹൈ ഫ്രീക്വൻസീസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുക. അപ്പം ഇവിടെ ആവറേജിംഗ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ലോ പാസ് ഫിൽറ്റർ ആണ്. ആവറേജിംഗ് ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ വിൽ റെഡ്യൂസ് എഡ്ജസ്, ബൗണ്ടറീസ് അല്ലെ, അല്ലെങ്കിൽ ഷാർപ്പ് ട്രാൻസിഷൻ, ഇതിനെല്ലാം റെഡ്യൂസ് ചെയ്യുക. അപ്പം ആവറേജിംഗ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എപ്പോഴും അതൊരു ലോ പാസ് ഫിൽറ്റർ ആയിരിക്കും. ഇറ്റ് വിൽ എലിമിനേറ്റ് ഷാർപ്പ് ട്രാൻസിഷൻസ് ആൻഡ് ബൗണ്ടറീസ്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചു നോക്കുക. ആവറേജിംഗ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ലോ പാസ് ഫിൽറ്റർ ആയിരിക്കും. ഇപ്പോൾ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഇമേജിലുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആയിരിക്കും. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ പിക്സൽ ഇന്റൻസിറ്റിയിൽ വേരിയേഷൻ ഇല്ലാത്ത ഏരിയ. ഓക്കെ, ഏരിയാസ് വിച്ച് doesn't have much pixel intensity, pixel variation, intensity variation. There is no sharp transition ഇല്ലാത്ത പൊസിഷൻ എല്ലാം എന്തായിരിക്കും, ലോ ഫ്രീക്വൻസി കോമ്പണന്റ് ആയിരിക്കും, ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജിംഗ് ഫിൽറ്റർ ഉണ്ടാകുന്ന സമയത്ത് എന്താ കിട്ടുന്നത്, ഇങ്ങനെയുള്ള ഷാർപ്പ് ട്രാൻസിഷൻസിനെ ഒഴിവാക്കിയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും, ഫ്ലാറ്റ് ഇന്റൻസിറ്റി ലെവലിൽ വേരിയേഷൻ ഇല്ലാത്ത റീജിയൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പം ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇമേജിന്റെ ബ്ലറിംഗ് ആയിരിക്കും അതിൽ നടക്കുന്നത്. ഓക്കെ, ഇതിന് മീൻ ഫിൽറ്റർ എന്നും കൂടി പറയും, ഉറപ്പാണ്. ഓക്കെ, സിമിലർലി വി ക്യാൻ റെപ്രസെന്റ് 5/5 ലോ പാസ് സ്പേഷ്യൽ മാസ്ക് ഇൻ സച്ച് എ വേ. കേട്ടോ, ഇങ്ങനെ ആയിരിക്കും 5/5 മാസ്ക് ഉണ്ടാവും. ഓക്കെ, കംപ്ലീറ്റ് 1 ആയിരിക്കും. ഓൾ ദ കോഎഫിഷ്യൻസ് വിൽ ബി 1 ആൻഡ് ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ 1/25. ഓക്കെ, ക്ലിയർ അല്ലേ പറയുന്നത്? അരുൺ ക്ലിയർ അല്ലേ? ശിശിര ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കോട്ടോ. ഓക്കെ, we already discussed the output image is a smoothed image. That means it will have a blurring effect. All the sharp transition in the image will be removed and they will be replaced by a blurred image. For blurred image ആയിരിക്കും നമുക്ക് ആവറേജിങ് ഫിൽറ്റർ മാസ്ക് കൊണ്ട് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കി. What is the value of the center pixel if it is smoothed by 3/3 average filter? Okay, so here you have a image. You have an image, and we are replacing that particular. I mean, we are applying a 3/3 average filter. So eventually, the center pixel will be replaced by its average value. അപ്പോൾ എന്തായിരിക്കും വരിക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതിക്കോ.
ഓക്കെ, എന്തായിരിക്കും കിട്ടിയത്? എന്താ കിട്ടിയത്? എത്ര? ആവറേജ് ആണല്ലേ കണ്ടു? ജസ്റ്റ് ആവറേജ് ആണ് വേണ്ടു. ആവറേജ് കണ്ടിട്ട് ആ ഫിൽറ്ററിന്റെ എന്താ സംഭവിക്കുക? സെൻട്രൽ പിക്സൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതുമോ? 4 എന്ന് പറഞ്ഞ വാല്യൂ മാറി എന്തായി മാറും? 3 ആണ്. 3 ആയി മാറും. ഇങ്ങനെയാവും ഇമേജ്. ഔട്ട്പുട്ട് ഇമേജ് വിൽ ബി ലൈക്ക് ദിസ്. ജസ്റ്റ് ഇതിന്റെ ആവറേജ് ആണല്ലോ, ഇതിന്റെ സം എടുത്തിട്ടൊന്ന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ ഇതാണ് ഇതിലുള്ള ഓപ്പറേഷൻ കേട്ടോ. അപ്പൊ ആപ്ലിക്കേഷൻ ഇവിടെ എഴുതിക്കോളും. നോയിസ് റിഡക്ഷൻ. The main application of this filter is noise reduction. Okay, smoothing of false contours that result from using an insufficient number of gray levels. അൺവാണ്ടഡ് ആയിട്ട് കാണുന്ന ചില ഷാർപ്പൺ ഏരിയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം മെയിനായിട്ട് നോയിസ് എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, ദാറ്റ് നോയിസ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ ദിസ് ആവറേജിങ് ഓപ്പറേഷൻ. ഓക്കെ, and reduction of irrelevant detail in an image. These all are application oriented operation. Okay, noise reduction, smoothing of false contours, reduction of irrelevant details in an image. Okay, ഇതൊക്കെയാണ് averaging filter. However, edges are also characterized by the sharp transition in layers. So averaging filters have the undesirable side effect that they blur edges. ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള എഡ്ജസ് കൂടി എന്താവും, ചിലപ്പോൾ ബ്ലറായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആവറേജിങ് ഫിൽറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത്. സോ ടു അവോയ്ഡ് ദറ്റ് കൈൻഡ് ഓഫ് ബ്ലറിംഗ് ദർ ഈസ് അനദർ കൈൻഡ് ഓഫ് മാസ്ക്, ദറ്റ് ഈസ് ആവറേജിംഗ് മാസ്ക് ഓർ സ്മൂത്തിംഗ് മാസ്ക് വിച്ച് പെർഫോംസ് വെയ്റ്റഡ് ആവറേജ്. ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി കാൽക്കുലേറ്റിംഗ് ദ ആവറേജ്, വി ആർ കാൽക്കുലേറ്റിംഗ് വെയ്റ്റഡ് ആവറേജ്. അപ്പം അൺവാണ്ട് ചിലപ്പം നമുക്ക് ആവശ്യമുള്ള എഡ്ജസ് കൂടി ചിലപ്പോൾ എന്താവും, ബ്ലറായി പോകാം അല്ലെ. നമുക്ക് ആവശ്യമുള്ള എഡ്ജസ് കൂടി ബ്ലർ ആവാനുള്ള സാധ്യതയുണ്ട്. ടു അവോയ്ഡ് ദാറ്റ് ബ്ലറിംഗ് വിൽ യൂസ് വെയ്റ്റഡ് ആവറേജ് മാസ്ക്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിന്റെ മാസ്ക് കോഎഫിഷ്യന്റ് ഉണ്ടാവും. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്യാം. ഇവിടെ ഒരു 3/3 വെയ്റ്റഡ് ആവറേജ് മാസ്ക് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് എഴുതിയെടുക്കുക, വെയ്റ്റഡ് ആവറേജ്. അപ്പൊ സെൻട്രൽ പിക്സലിന് എന്തായിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും അല്ലെ. സെൻട്രൽ പിക്സലിന് ഫിൽറ്റർ കോഎഫിഷ്യന്റിന്റെ ഫിൽറ്റർ മാസ് ഫിൽറ്ററിന്റെ സെൻട്രൽ പിക്സൽ വിൽ ബി ഹയർ വാല്യൂ അല്ലെ. ഇതൊരു വെയ്റ്റഡ് ആവറേജ് മാസ്ക് ആണ്, അത് നോട്ട് ചെയ്യുക. 1:1, 2:4 1:1. അപ്പം ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് വിത്ത് 1 by ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽ വാല്യൂ. 1/16 into 1:1, 2:4 1:1. Instead of simply putting ones, here we are applying some weights to our filter coefficients. മനസ്സിലായോ പറഞ്ഞത്? അഭിജിത്ത് ക്ലിയർ അല്ലേ? വെയ്റ്റഡ് ആവറേജ് മാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 1 എഴുതുന്നതിന് പകരം എന്ത് ചെയ്യും, ഒരു വാല്യൂസ് കൊടുക്കും അല്ലെ. അങ്ങനെ ചെയ്യുന്ന മാസ്ക്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വൈൽ യൂസിങ് ആവറേജ് ഫിൽറ്റർ അൺഡിസൈറബിൾ എഫക്ട് ഉണ്ടാവും. എന്നുവെച്ചാൽ ബ്ലർ, നമുക്ക് ആവശ്യമുള്ള എഡ്ജസ് കൂടി എന്ത് ചെയ്യും, ബ്ലറായി പോകും. ടു അവോയ്ഡ് ദാറ്റ് വി ആർ യൂസിങ് വെയ്റ്റഡ് ആവറേജ് മാസ്ക്. ഓക്കെ, in weighted average filtering, the pixel nearest to the center are weighted more than the distance pixel. അപ്പം ഏറ്റവും സെന്ററിലുള്ള പിക്സൽ എന്ത് ചെയ്യും, will give maximum value. Okay, in weighted average filtering, the pixel at the center of the mask is multiplied by higher value than any other, thus giving this pixel more importance in the calculation of the average. അപ്പോൾ നമ്മൾ സെൻട്രൽ പിക്സലിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഹയർ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ആ സെൻട്രൽ പിക്സലിന് കിട്ടും അല്ല. അങ്ങനെ ആയിരിക്കും നമ്മളിത് വെയ്റ്റഡ് ആവറേജ് ഫിൽറ്ററിംഗിലുള്ള ഓപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഫോർമുല നിങ്ങൾ ജസ്റ്റ് ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്. അതായത് ഇത് എഫ് എന്ന് പറയുന്നത് എന്താ, എഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ ഇമേജും ഡബ്ല്യു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ മാസ്ക് ആണ്, ഫിൽറ്റർ മാസ്ക് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് ഫിൽറ്ററിന് representation and summation s is equal to minus a to a, t is equal to minus b to b, w of s t into f of x plus s into y plus t divided by എഴുതിക്കോ അതിന്റെ സമ്മ, ടോട്ടൽ കോഎഫിഷ്യന്റിന്റെ സമ്മ, അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്.
So the output image is represented as g of x1. ഓക്കെ എഴുതിയില്ല നമ്മൾ പറഞ്ഞ എക്സിന് നമ്മൾ എന്ത് ചെയ്യാം വാല്യൂസ് കൊടുക്കുക 0 മുതൽ n-1 വൈക്ക് 0 മുതൽ n-1 വരെയുള്ള വാല്യൂസ് കൊടുക്കുക. ഓക്കെ, പിന്നെ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും ഈ ടോട്ടൽ മാസ് കോഎഫിഷ്യന്റിന്റെ സം ആയിരിക്കും. അതാണ് നമ്മൾ നേരത്തെ എഴുതിയത്. ഈ ടോട്ടൽ മാസ് കോഎഫിഷ്യന്റിന്റെ സം ആണ് നമ്മളിവിടെ ഡിനോമിനേറ്ററിൽ എഴുതിയത്. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, റിമെമ്പർ ദാറ്റ്. ഇനി ഇവിടെ പല രീതിയിലുള്ള ഫിൽറ്ററിങ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഇമേജ് ആണ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. ഓരോ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഇൻക്രീസിങ് ദ മാസ്ക് സൈസ് ദ ബ്ലറിങ് എഫക്ട് വിൽ ബി മോർ. ആ ആവറേജിങ് എഫക്ട് കൂടുതലായിരിക്കും ഇഫ് യു ആർ യൂസിങ് ഹയർ ഓർഡർ മാസ്ക്. ഓക്കെ, ഇപ്പോൾ 3/3 ബ്ലറിങ് എഫക്ട് കൂടുതൽ തരും 5/5. ഓക്കെ, അപ്പം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ആവറേജിങ് എഫക്ട് അല്ലെങ്കിൽ ബ്ലറിങ് എഫക്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇമേജ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാണുന്നില്ലേ? ഫിഗർ കാണുന്നില്ലേ? സൗമ്യ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫിൽട്ടേഴ്സ് ആണ്. ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫിൽട്ടേഴ്സ്. അപ്പോൾ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് എഴുതിയെടുക്കുക. ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫിൽട്ടേഴ്സ്. അപ്പോൾ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫിൽട്ടേഴ്സ് ആർ നോൺ ലീനിയർ സ്പേഷ്യൽ ഫിൽട്ടേഴ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ലീനിയർ ഫിൽട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഫിൽട്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നോൺ ലീനിയർ സ്പേഷ്യൽ ഫിൽട്ടേഴ്സ് ഹൂസ് റെസ്പോൺസ് ഈസ് ബേസ്ഡ് ഓൺ ordering or ranking the pixel contained in the image area covered by the filter and then replacing the value of that center pixel with the value determined by the ranking result. അതായത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഫിൽട്ടർ എന്ന് വെച്ചാൽ നമ്മളൊന്നുമില്ല, നമ്മൾ ഇമേജസിലെ പിക്സൽസിനെ എടുക്കും. ഓക്കെ, ആ പിക്സൽസിനെ എടുത്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യും. അതിന് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അതിനെ ഓർഡർ ചെയ്യും. ആ ഓർഡറിൽ അനുസരിച്ചിട്ട് നമുക്ക് ആ ഓർഡർ കിട്ടുന്ന ഓർഡറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രൽ പിക്സലിന്റെ വാല്യൂ എന്ത് ചെയ്യും? ആ ഓർഡറിന്റെ വാല്യൂ നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ചിലപ്പം അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമ്മൾ എഴുതും. അതെന്താണെന്ന് പറഞ്ഞുതരാം. ആ ഓർഡറിനനുസരിച്ച് ഓർഡറിൽ കിട്ടുന്ന ഒരു വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ സെൻട്രൽ പിക്സലിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയാണ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഫിൽട്ടർ. അപ്പൊ ഇവിടെ ആവറേജിംഗ് അല്ല, ആവറേജിങ്ങോ വെയിറ്റർ ആവറേജിംഗ് അല്ല. ഹിയർ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ഓർഡറിംഗ് ഓർ റാങ്കിങ് ദ പിക്സൽ. ഓക്കെ, അപ്പൊ റാങ്കിങ് റിസൾട്ടിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് എന്തായിരിക്കും? നമ്മൾ റീപ്ലേസ് ദാറ്റ് സെൻട്രൽ പിക്സൽ. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെയാണ് മീഡിയൻ ഫിൽട്ടർ. ഓക്കെ, എന്തായിരിക്കും മീഡിയൻ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ ഫിൽട്ടർ വിൽ റീപ്ലേസ് ദ വാല്യൂ ഓഫ് എ പിക്സൽ ബൈ ദ മീഡിയൻ ഓഫ് ദ ഗ്രേ ലെവൽസ് ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് ദ പിക്സൽ. നമ്മളൊരു 3/3 മാസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 3/3 സെക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ 3/3 സെക്ഷന്റെ മീഡിയൻ കാണും. ഓക്കെ, മീഡിയൻ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രൽ പിക്സലിനെ റീപ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് മീഡിയൻ ഫിൽട്ടർ. അത്രേ ഉള്ളൂ. ഇപ്പോൾ 5/5 സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ല 5/5 മാസ്ക് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, വിൽ കൺസിഡർ ഒരു പർട്ടിക്കുലർ 5/5 ഒരു ഇമേജുള്ള 5/5 സെക്ഷൻ നമ്മൾ എടുക്കും. ആ 5/5 സെക്ഷനിൽ എന്തെടുക്കും? അതിനകത്തുള്ള മീഡിയൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് സെൻട്രൽ പിക്സൽ വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദ മീഡിയൻ വാല്യൂ. അതിനെയാണ് മീഡിയൻ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, all the pixels in the neighborhood of the pixel in the original image which are identified the mask are sorted in the ascending order. അപ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് മീഡിയൻ ഫിൽറ്ററിംഗിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ we'll arrange the filter and intensity values in the ascending or descending order. Compute the median value of the ordered pixel and replace the center pixel with the median value. Okay, ഇതിന്റെ ഒരു മീഡിയൻ എന്താ? മീഡിയൻ ചെയ്യാൻ അറിയാം നിങ്ങൾക്ക്? എങ്ങനെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം? സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം?
എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെ ശിശിര ഓർമ്മയുണ്ടോ? എങ്ങനെ അഭിജിത്ത് ഓർമ്മയുണ്ടോ? ഇല്ല സാർ, ഓർമ്മയില്ല. മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇതിനെ എടുത്തെഴുതുമോ, ഇതിനെ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡറിൽ എടുത്തെഴുതും. ഇപ്പൊ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എഴുതണം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ 2 ടൈംസ് 5 എഴുതുക. അത് എഴുതിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ സെൻട്രൽ പിക്സൽ സെൻട്രലുള്ള വാല്യൂ ഏതാന്ന് നോക്കുക. ആ വാല്യൂ വെച്ചിട്ട് നിങ്ങൾ സെൻട്രൽ പിക്സലിനെ റീപ്ലേസ് ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പോൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയ 1 രണ്ട് പ്രാവശ്യം എഴുതുന്നുണ്ട്. അപ്പൊ 1 തന്നെ എഴുതണം, 2 പ്രാവശ്യം അത് എഴുതണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ സെന്ററിലുള്ള വാല്യൂ ഏതാണെന്ന് നോക്കുക. ആ മൊത്തം എഴുതിയതിനു ശേഷം ആ സെന്ററിൽ നിങ്ങൾ കാണുന്ന വാല്യൂ ഏതാണെന്ന് നോക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സെന്റർ പിക്സലിനെ റീപ്ലേസ് ചെയ്യും. അപ്പൊ ചെയ്ത് നോക്കിയോ എന്താ വരുന്നത്? മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ചെയ്ത് നോക്ക്. അപ്പൊ ഇത് മീഡിയം കാണണ്ട. എന്താ പറയാൻ കേൾക്കുന്നില്ല ഞാൻ. മീഡിയം കാണണ്ടേ? ആ മീഡിയം കാണണം. മീഡിയം കാണാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു നമ്പർ തന്നു, കുറെ നമ്പർ തന്നെന്ന് വിചാരിക്കുക. ആ നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ആ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു നമ്പറിനെ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ടൈംസ് നിങ്ങൾ അത് എഴുതണം. മനസ്സിലായ പറഞ്ഞത്? എന്നിട്ട് ആ നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും സെൻട്രൽ നിൽക്കുന്ന പിക്സൽ ഏതാണെന്ന് നോക്കുക, സെൻട്രൽ നിൽക്കുന്ന വാല്യൂ ഏതാണെന്ന് നോക്കുക. അത് വെച്ച് റീപ്ലേസ് ചെയ്യുക. അത്രയോട് മീഡിയം എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ്. അവിടെ നമ്മൾ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ല. നമ്മളെന്ത് ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ എഴുതിയിട്ട് അവിടെ കാണുന്ന ആ ഓർഡറിനനുസരിച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ 9 നമ്പേഴ്സ് ഇല്ല. അപ്പൊ സെൻട്രൽ പിക്സൽ ഏതാ വരുമോ നോക്കിയിട്ട് 5ാമത്തെ വാല്യൂ ആയിരിക്കും നമുക്ക് സെൻട്രൽ പിക്സൽ വരുമോ, അല്ല 5ാമത്തെ വാല്യൂ ആയിരിക്കും നമ്മൾ ആ മീഡിയം വരും എഴുതി കഴിഞ്ഞാൽ. ആ 5ാമത്തെ വാല്യൂ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സെൻട്രൽ പിക്സലിനെ റീപ്ലേസ് ചെയ്യാം. എങ്ങനെ പറഞ്ഞോ? ഓക്കെ, പാർവതി ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? കിട്ടിയോ വാല്യൂ? 3 ആണോ കിട്ടിയത്? അപ്പൊ ഇത് കണ്ടില്ല, ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതാം. അവിടെ സെൻട്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 വരും. അപ്പം അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതിനാണ് മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്, മീഡിയൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് വെച്ച് നിങ്ങൾ ഇപ്പം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്തിട്ട് കാണിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഇതിന്റെ തിയറി എഴുതണമെങ്കിൽ ഇപ്പം മീഡിയൻ ഫിൽറ്റർ എക്സ്പ്ലെയിൻ അബൌട്ട് മീഡിയൻ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്താണെന്ന് എഴുതിയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു കൊടുക്കും. സിമിലർലി ഇൻ ആവറേജ് ഫിൽറ്റർ. ഓക്കെ, ആവറേജ് ഫിൽറ്ററിന് ഇതുപോലെ തന്നെ ഏതുപോലെ ഇമേജ് നിങ്ങൾ എഴുതുക. ജസ്റ്റ് 3/5 ഇമേജ് എഴുതിയിട്ട് അതിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ വേണം അത് പിന്നെ എക്സാമിന് എഴുതാൻ വേണ്ടി. ഓക്കെ, ഓക്കെ, ഇപ്പൊ എഴുതിയില്ലേ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഹർഷ് ക്ലിയർ ആണോ പറഞ്ഞത്? പാർവതി ക്ലിയർ അല്ലേ പറഞ്ഞത്? ദീപ്തി എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ പറയുന്നത്? ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ഈ മോഡ്യൂൾസ് ഒക്കെ നിങ്ങൾക്ക് കാര്യമായിട്ട് കൂടുതലായിട്ടൊന്നും എന്താ പറയാ, വലിയ കോൺസെപ്റ്റ്സ് ഒന്നും ഇല്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, ഇനി അടുത്തത്
അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ എന്താണെന്ന് നോക്കാം നമുക്ക്. മീഡിയം ഫിൽറ്റേഴ്സ് പ്രൊവൈഡ് എക്സലന്റ് നോയിസ് റിഡക്ഷൻ കേപ്പബിലിറ്റീസ് വിത്ത് കൺസിഡറബിളി ലെസ് ബ്ലറിംഗ് ദാൻ ലീനിയർ സ്മൂത്തിങ് ഫിൽറ്റേഴ്സ് ഓഫ് സിമിലർ സൈസ്. ഓക്കെ, അപ്പോൾ എന്താ മീഡിയം ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? നോയിസ് റിഡക്ഷൻ വേണ്ടി തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ബ്ലറിംഗ് ആവറേജിങ് ഫിൽറ്റേഴ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്ലറിംഗ് എഫക്റ്റ് വളരെ കുറവായിരിക്കും. സിമിലർ സൈസ് ഒരേ മാസ്ക് തന്നെ ആവറേജിങ് ഫിൽറ്ററും മീഡിയം ഫിൽറ്ററും നമ്മൾ എടുക്കുകയാണെങ്കിൽ ബ്ലറിംഗ് എഫക്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഇതിൽ മീഡിയം ഫിൽറ്റർ. ഓക്കെ, ബ്ലറിംഗ് ഓഫ് എഡ്ജസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. ഇതൊക്കെ ഓർത്ത് നോക്കുക, ഇതിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷനുള്ള കാര്യങ്ങൾ. അപ്പം ബ്ലറിംഗ് ഓഫ് എഡ്ജസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ആൻഡ് മീഡിയം ഫിൽറ്റേഴ്സ് ആർ പെർട്ടിക്കുലർലി എഫക്റ്റീവ് ഇൻ ദ പ്രസൻസ് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ്. അപ്പോൾ ഇമേജിൽ ഉണ്ടാകുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നോയ്സ് ആണ് സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ്. സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് വൈറ്റും ബ്ലാക്കും അതിൽ ഒരുപാട് സ്പോട്സ് പിക്സൽ വാല്യൂസ് കാണാൻ പറ്റും. അതിനാണ് സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് എന്ന് പറയുന്നത്. അൺവാണ്ടഡ് ആയിട്ട് കുറേ വാല്യൂസ്, അതായത് ഡാർക്ക് പിക്സൽസും വൈറ്റ് പിക്സൽസും, ഡാർക്ക് പിക്സൽസും അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി പിക്സൽസും ലോ ഇന്റൻസിറ്റി പിക്സൽസും എന്താ റാൻഡം ആയിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് മീഡിയം ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മീഡിയം ഫിൽറ്റേഴ്സ് ആർ പെർട്ടിക്കുലർലി എഫക്റ്റീവ് ഇൻ ദ പ്രസൻസ് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ്. ഓക്കെ ഓക്കെ, അപ്പം ഇതുണ്ടോ ഒരു ഇമേജ് ആയിരുന്നു, ഒരു സർക്യൂട്ട് ബോർഡിന്റെ എക്സ്റേ ഇമേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നോയ്സ് റിഡക്ഷൻ വിത്ത് 3/3 ആവറേജിങ് മാസ്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ എന്ത് ചെയ്യുന്നത്? മീഡിയം ഫിൽറ്റർ വെച്ചിട്ടുള്ളതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി മീഡിയം ഫിൽറ്റർ ഇസ് മോർ എഫക്റ്റീവ്. ഈ കാണുന്ന നോയ്സിനെയാണ് നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് റാൻഡം ആയിട്ട് എന്തുണ്ട്? വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള ഹൈ ഇന്റൻസിറ്റി ലോ ഇന്റൻസിറ്റി പിക്സൽ വാല്യൂസ് റാൻഡം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മീഡിയം ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, മനസ്സിലാകുന്നില്ല? കാണുന്നില്ല? ഫിഗർ മനസ്സിലായിട്ടില്ല? അനുവിന്ദ്? ഓക്കെ, ഇതാണ് salt and pepper noise എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി റിമൂവ്ഡ് ബൈ മീഡിയം ഫിൽറ്റർ. ഓക്കെ, and next max filter. So as that name indicates, you can predict what will be a max filter doing. Okay, എന്തായിരിക്കും max filter എന്ന് പറഞ്ഞാൽ the intensity of the pixel at the center of the mask is replaced by the maximum intensity value of any pixel within the mask. So it will be replacing that particular pixel value by computing the maximum value of intensity level. Okay. അപ്പോൾ എന്തായിരിക്കും നമ്മളൊരു 3/3 മാസ്ക് ആണ് അല്ലെങ്കിൽ 3/3 സെക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ സെക്ഷൻ എടുക്കും. അതിൽ നോക്കിയിട്ട് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രൽ പിക്സലിനെ ഡിസ്പ്ലേ. ഓക്കെ, അപ്പം ദിസ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ബ്രൈറ്റ് പോയിന്റ്സ് ഇൻ ആൻ ഇമേജ്. അപ്പോൾ ബ്രൈറ്റ് പോയിന്റ് ഒരു ഇമേജിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് ഇന്റൻസിറ്റി ലെവലിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതെടുത്ത് റെസ്പോൺസ് ഓഫ് 3/3 മാസ്ക് R response is equal to max of zk. Max of zk is k is equal to 1 to up to 9 if we are using 3/3 mask. Okay. എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു 5/5 സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ 25 പിക്സൽ വാല്യൂസ് എടുക്കും. അതിലെ ഏറ്റവും മാക്സിമം വാല്യൂ വെച്ച് നമ്മൾ സെൻട്രൽ പിക്സലിനെ റീപ്ലേസ് ചെയ്യും. അതാണ് മാക്സ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവഞ്ച്വലി ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇമേജിന്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുക കേട്ടോ. ടോട്ടൽ ബ്രൈറ്റ്നസ് വിൽ ഇൻക്രീസ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടാലിറ്റിയിൽ എന്താ സംഭവിക്കുക? ആദ്യത്തെ ഇമേജിനേക്കാളും ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മിൻ ഫിൽറ്റർ. മിൻ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇന്റൻസിറ്റി ഓഫ് ദ പിക്സൽ അറ്റ് ദ സെന്റർ ഓഫ് ദ മാസ്ക് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ മിനിമം ഇന്റൻസിറ്റി വാല്യൂ ഓഫ് എനി പിക്സൽ വിത്തിൻ ദ മാസ്ക്. നേരത്തെ പോലെ തന്നെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മിനിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. ആ ഫിൽറ്റർ മാസ്കിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷന്റെ ഏറ്റവും മിനിമം വാല്യൂ വെച്ചിട്ട് വിൽ റീപ്ലേസ് ദ സെൻട്രൽ പിക്സൽ. ഓക്കെ, ദ ഫിൽറ്റർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡാർക്ക് പോയിന്റ്സ്. നേരെ ഓപ്പോസിറ്റ് ഡാർക്ക് പോയിന്റ് കണ്ടുപിടിക്കാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഇമേജിലെ ഡാർക്ക് പോയിന്റ്
കണ്ടുപിടിക്കാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, മിനിമം ഫിൽട്ടർ യൂസ് ചെയ്യും, മിൻ ഫിൽട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. എന്തൊക്കെ പഠിച്ച? ആവറേജ് ഫിൽറ്റർ, വെയിറ്റർ ആവറേജ് ഫിൽറ്റർ, മീഡിയൻ ഫിൽറ്റർ, മാക്സ് ഫിൽറ്റർ, മിൻ ഫിൽറ്റർ. ഇതൊക്കെ എക്സാമിന് എഴുതുന്ന മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഇതുപോലെ തന്നെ ഒരു 3x3 മെട്രിക്സ് വെച്ചിട്ട് അതിനകത്ത് മാക്സ് ഫിൽറ്റർ ആണെങ്കിൽ ഒരു 3x3 മെട്രിക്സ് നിങ്ങൾ വരക്കും. അപ്പോൾ അതിനകത്ത് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കും. അത് വെച്ചിട്ട് യു ഹാവ് ടു റീപ്ലേസ് ദ സെന്റർ പിക്സൽ. അത് വെച്ചിട്ടുള്ള ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ ആ രീതിയിൽ തന്നെ എഴുതും. അപ്പൊ ഇതിലെന്താ ഡാർക്ക് പോയിന്റ്സ് ആണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാവുക, എൻ്റയർ ഇമേജിന്റെ ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായിരിക്കും മിനിമം ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ പറയുന്നത്? അപ്പൊ ഇത്രയാണ് സ്മൂത്തിങ് ഫിൽറ്റേഴ്സിൽ വരുന്നത് കേട്ടോ. സ്മൂത്തിങ് ഫിൽറ്റേഴ്സിൽ വെയിറ്റർ ആവറേജ് ഫിൽറ്റർ, അതായത് മാസ് പ്രോസസ്സിംഗിൽ വരുന്ന സെക്ഷനിൽ സ്മൂത്തിങ് ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഫിൽറ്റേഴ്സും. ഓക്കെ, സ്മൂത്തിങ് ഫിൽറ്റേഴ്സിൽ നിങ്ങൾ എഴുതേണ്ട ആവറേജ് ഫിൽറ്റേഴ്സും വെയിറ്റർ ആവറേജ് ഫിൽറ്റേഴ്സും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഫിൽറ്റേഴ്സ് ഇത്രയും കാര്യങ്ങൾ, മീഡിയം ഫിൽറ്റർ, മാക്സ് ഫിൽറ്റർ, മിൻ ഫിൽറ്റർ, ഇത്രയും കാര്യങ്ങൾ എഴുതുക. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ അല്ല? അപർണ ക്ലിയർ അല്ല? അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷാർപ്പനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം. അപ്പൊ ഷാർപ്പനിങ് നമ്മൾ പറഞ്ഞു, സ്മൂത്തിങ് ഫിൽറ്റേഴ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, വി ആർ അവോയ്ഡിങ് ഷാർപ്പ് ട്രാൻസിഷൻ അല്ലെ, ട്രാൻസിഷൻസ്, എഡ്ജസ്, ബൗണ്ടറീസ് അല്ലെ, ആ ഹയസ്റ്റ് വേരിയേഷൻ, എന്താ പറയാ, സ്റ്റീപ്പായിട്ടുള്ള വേരിയേഷൻസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, അവോയ്ഡ് ചെയ്യുന്നത് ബൈ യൂസിങ് സ്മൂത്തിങ് ഫിൽറ്റേഴ്സ്. അപ്പൊ ഇവിടെ ഷാർപ്പനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് എന്തിനായിരിക്കും യൂസ് ചെയ്യാം? സ്മൂത്തിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ലോ പാസ് ഫിൽറ്റർ ആണ്. അപ്പൊ ഷാർപ്പനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് എന്തായിരിക്കും? പറ, എന്തായിരിക്കും? ഹൈ പാസ് ഫിൽറ്റർ ആയിരിക്കും അല്ലെ, ഹൈ പാസ് ഫിൽറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം എന്താ ഇവിടെ ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഓഫ് ഷാർപ്പനിങ് ഈസ് ടു ഹൈലൈറ്റ് ദ ഫൈൻ ഡീറ്റെയിൽസ് ഇൻ ആൻ ഇമേജ്. അപ്പൊ ഈ പറയുന്ന ഫൈൻ ഡീറ്റെയിൽസ് എന്താ പറയാ, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാർപ്പനിങ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എന്താ സംഭവിക്കുന്നുണ്ടാവുക, എസ്പെഷ്യലി ഇത് യൂസ് ചെയ്യുന്നത് മെഡിക്കൽ ഇമേജിങ്, ഇലക്ട്രോണിക് പ്രിന്റിങ്, ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ബ്ലർ ആയിട്ടുള്ള ഒരു പോർഷനിലുള്ള ഒരു ഏതെങ്കിലും ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്താ പറയാ, എൻഹാൻസ് ചെയ്ത് കാണണമെങ്കിൽ നമ്മൾ ഈ സംഭവം യൂസ് ചെയ്യും, ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, സമയമായില്ല, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.